രീതിയിൽ നിങ്ങൾ മാങ്ങ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മാങ്ങ സീസൺ കഴിഞ്ഞാലും നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇത് എടുത്ത് കഴിക്കാം കേട്ടോ. നമുക്കിത് ഉണ്ടാക്കി വെച്ചാൽ എത്ര വർഷം വേണമെങ്കിലും നമുക്കിത് കേടാവാതെ എടുത്ത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല ഒരു അടിപൊളി മാങ്ങാ ത്വരയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഴുത്തതോ പച്ചയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതൊരു മീഡിയം ലെവലുള്ള മാങ്ങയാണ്. പഴുത്തതില്ല എന്നാൽ അധികം പച്ചയല്ല, ഒരു പുളിയും മധുരമൊക്കെ ഒരു ടൈപ്പിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, അതിനൊരു കുഴപ്പമില്ല. എന്നിട്ട് അത് നല്ലപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾക്കൊന്ന് അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ എങ്ങനെ വേണേൽ അരിഞ്ഞെടുക്കാം. കാരണം നമ്മളിത് കുക്കറിലിട്ട് വേവിച്ച് ഉടച്ചെടുക്കേണ്ട സാധനം കൊണ്ട് അരിഞ്ഞതിനൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് വിസിലടിക്കുമ്പോൾ വേഗം ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതാ ഞാൻ മാങ്ങയിൽ നിന്ന് എല്ലാം ഇതുപോലെ തൊലി കളഞ്ഞിട്ട് നല്ല ക്ലീനാക്കി ചെറുതാക്കി മുറിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതാക്കിയിട്ട് നമുക്കൊന്ന് വേഗം വെന്ത് കിട്ടും. അതിനാണേ. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഏത് മാങ്ങ വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കിളിച്ചുണ്ട മാമ്പഴം, മൂവാണ്ടൻ മാമ്പഴം എന്നൊക്കെ പറയില്ലേ, അതിൽ ഏത് വേണേലും ചേർത്ത് കൊടുക്കുക. ഇന്ന മാമ്പഴം തന്നെ ചേർക്കണമെന്നില്ല, ഏത് വേണമെങ്കിൽ നമുക്കിതിന് ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് പച്ചയോ പഴുത്തതോ ഏത് വേണമെങ്കിലും എടുക്കുക. എന്നിട്ട് അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് 3 വിസിലിനെ വേവിക്കാൻ വയ്ക്കുക. അതിനുശേഷം നന്നായി തണുത്ത ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ നല്ല പക്കാ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നല്ലപോലെ തന്നെ അരയാം കേട്ടോ. എന്നാലേ നമ്മളിത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ അത് നല്ലപോലെ അരച്ചെടുത്തത് നമ്മൾ അടുപ്പത്ത് പാൻ വെച്ച് ചൂടായി വരുമ്പോൾ ആ പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാങ്ങ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ മധുരവും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അതാകുമ്പോൾ വേഗം മെൽറ്റായി കിട്ടും. നമുക്ക് ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പക്ഷേ പഞ്ചസാര ചേർക്കുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ടേസ്റ്റ് തോന്നിയിട്ടില്ല. അത് നിങ്ങൾ ഇഷ്ടമാട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ അതാ കുറച്ച് ശർക്കര, ഒരു ആണി ശർക്കരയുടെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജീരകം പൊടിച്ചിട്ടാണ്. നല്ല ഫൈനായിട്ട് പൊടിക്കണം എന്നില്ല, ഒരു പാകത്തിന് പൊടിഞ്ഞാൽ മതി. അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഫൈനായിട്ട് പൊടിക്കണമെങ്കിൽ അങ്ങനെയും പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ചേർക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ മാത്രം മുളക് പൊടി. അതൊരു എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതും ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ഇത് കുക്ക് ചെയ്യുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തവിയെടുത്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു കട്ടിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ. ഇനി നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ഇത് ആക്കുന്നത് ആ പാത്രത്തിൽ നല്ലപോലെ എണ്ണ തടവി കൊടുക്കുക. കുറച്ച് എണ്ണ തടവി കൊടുത്താൽ മതി കേട്ടോ. ഈ സ്പാച്ചിൽ വെച്ച് ഇതുപോലെ തടവി കൊടുത്ത ശേഷം നമുക്കിതാ ഈ മാങ്ങ ഇതിലേക്ക് ആക്കി കൊടുക്കുക. ഞാൻ 2 പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. കാരണം നമ്മൾ മാക്സിമം തിക്ക് കുറച്ചിട്ട് പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക. നല്ല കട്ടിക്ക് ഒഴിക്കുമ്പോൾ അത് ഉണങ്ങിയും കിട്ടില്ല, പിന്നെ എടുത്ത് വരുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റും ആയിട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ 2 പാത്രത്തിൽ ഇതുപോലെ ഒഴിച്ച് പരത്തി വെച്ചിട്ടുണ്ട്. അതിന് നമുക്കിതൊന്ന് വെയിലത്ത് വെക്കാം. ഒരു 1.5 ദിവസത്തെ വെയിൽ കൊള്ളിച്ചാൽ മതി കേട്ടോ. ഒരു ദിവസത്തെ വെയിൽ കഴിഞ്ഞത് പിറ്റേ ദിവസം ഞാനിത് എടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ചൂടിനനുസരിച്ചാട്ടാ അപ്പോൾ എടുക്കുന്നത്. ഇപ്പം നല്ല ചൂടുമല്ലേ എല്ലാവിടെയും, അപ്പോൾ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ അതാ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മളെ കയ്യിൽ ഒട്ടുന്നില്ല. പക്ഷേ ഇന്നാലും നമുക്കൊരു 1/2 ദിവസം കൂടെ, എന്ന് വെച്ചാൽ ഒരു ഉച്ച വരെയും കൂടി ഇനി ഒന്നുകൂടെ വെക്കാം കേട്ടോ. എന്നാൽ ഓവറായിട്ട് വെയിൽ കൊള്ളിച്ച് ഡ്രൈ ആക്കി എടുത്താലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു 1.5 ദിവസത്തെ വെയിൽ മാത്രം നിങ്ങൾ കൊള്ളിച്ചാൽ മതി. ഒരു ദിവസം ഫുള്ളും പിന്നെ ഒരു ഉച്ച വരെ, ഒരു ദിവസത്തെ ഉച്ച വരെയും അത്രയാകുമ്പോൾ തന്നെ ഇത് കറക്റ്റ് പാകമായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ രണ്ടും അടിപൊളിയായിട്ട് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കൈ തൊട്ട് നോക്കുമ്പോൾ കയ്യിലേക്കൊന്നും വരുന്നില്ല. ഇതുപോലെ നമുക്ക് വേഗം തന്നെ പ്ലേറ്റിൽ നിന്ന് മുറിച്ചെടുക്കാനും മീൻസ് വലിച്ചെടുക്കാനും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ട്രൈ നോക്കണം. ഇതിലിങ്ങനെ കാണുന്നത് നമ്മൾ ജീരകമാണ് കേട്ടോ. അത് തീരെ അങ്ങനെ ഫൈനായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ, കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ പ്ലേറ്റ് എന്താ ഇതുപോലെ വിടിയിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ എന്താ ഇതുപോലെ വട്ടത്തിൽ ആക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ. നമുക്ക് വെറുതെ കഴിക്കാം. ഇനി ഇത് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. അത് വെച്ച് അച്ചാർ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. ചോറിൻ്റെ കൂടെയും വെറുതെയൊക്കെ കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഒരിക്കലും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴാണോ കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ എടുത്ത് കഴിക്കാം കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുപോലെ മുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കുക. കാരണം ഞാൻ അങ്ങനെ പറയുന്നത് അടിപൊളി ടേസ്റ്റ് ഒരു സാധനമാണ് കണ്ടിട്ടാണേ. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ ടാറ്റാ.